ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നപ്പം നമ്മൾ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അത് ഒതന്റിക് ചൈനീസ് ചില്ലി ചിക്കൻ അല്ല, ഇൻഡോ ചൈനീസ് ചില്ലി ചിക്കൻ ആണ്. അതിന് എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടുന്നതെന്ന് നമുക്ക് കാണാം. ഇത് 1/2 കിലോ ചിക്കൻ, എല്ലോട് കൂടിയ ചിക്കനാണ്. അത് നല്ലതായിട്ട് കഴുകിയെടുത്ത് വെച്ചേക്കുവാണ്. ഇതിലൊട്ടും വെള്ളമൊന്നുമില്ല. അത് കഴുകിയെടുത്ത് സ്ട്രെയിൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് അത് ഇനിയും മാരിനേഷന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ചെറിയൊരു സ്പൂണ് ഉപ്പ്, 1.5 സ്പൂണ് കോൺഫ്ലവർ, 1 സ്പൂണ് ചില്ലി സോസ്, 1 സ്പൂണ് ടൊമാറ്റോ സോസ്, 1 മുട്ട, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം വിനീഗർ, 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്. ഇനി ഇതെല്ലാം കൂടി ഈ ചിക്കനിലേക്ക് നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിലെല്ലാം മാരിനേഷൻ ഇട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എല്ലാം നല്ല കോട്ടിങ് റെഡി ആയിരിപ്പുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിന് വേണ്ടിയ മറ്റുള്ള സാധനങ്ങളെല്ലാം റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യൂബ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത സവോള അല്ലിയായിട്ട് അടർത്തിയെടുത്ത്, ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ള ഭാഗം സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ഒരു 4 എണ്ണം ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം മാത്രമേ എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അടുത്ത് മഞ്ഞയും പച്ച, റെഡ് ഏത് കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് ചില്ലി സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 സ്പൂണ് ചില്ലി സോസ് ഉണ്ട്, 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, ഇത് ചെറുതായി വട്ടത്തിലരിഞ്ഞ വെളുത്തുള്ളി, ഇത് കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച ഭാഗം, ഇത് നമ്മളുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് കൊറിയാണ്ടർ ലീഫ്, മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടി ഒരു വെളുത്ത കളറിലുള്ള എള്ള കുറച്ചൊന്ന്, ഇത് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മതി. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ മതി. ഇത് കോൺഫ്ലവർ വേണ്ട ഒരു സാധനമാണ്. കോൺഫ്ലവർ നമ്മൾ ഇത് തിക്കൻ ചെയ്യാൻ വേണ്ടി, ഗ്രേവി തിക്കൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ സോയാ സോസും എല്ലാം റെഡി ഇരിപ്പുണ്ട്. ഇനിയും ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഇത് തീ കിടക്കുന്നത്. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ കുറച്ച് അകത്തിയാണ് ഇടുന്നത്. ഇത് ഫുള്ളെല്ലാം ഇട്ട് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനി ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റിയിടും. അപ്പോൾ ആദ്യത്തെ സെറ്റ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഓയിലിൽ നിന്ന് നമ്മൾ മാറ്റി ഇനി അടുത്ത സെറ്റിട്ട് വറുത്തെടുത്തേക്കണം. അപ്പോൾ ചിക്കൻ എല്ലാം വറുത്ത് ഊരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാന് വെച്ച് ആ ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്നും 1.5 സ്പൂൺ എണ്ണ ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് ഇനിയും വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കണം. ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി കഴിയുമ്പോൾ ഇനി ഇഞ്ചി ഇടണം.
അടുത്തത് പച്ചമുളകും ഈ സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ളഭാഗം എല്ലാം കൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അടുത്തായിട്ട് സവോള ഇടണം. സവോള ഏറ്റവും ലാസ്റ്റ് മാത്രമേ ക്യാപ്സിക്കം ഇടാവൂ. ക്യാപ്സിക്കം കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കണം, ഒത്തിരി വെന്ത് പോകല്ല. അതുകൊണ്ടാണ് ക്യാപ്സിക്കം ലാസ്റ്റ് ഇടുന്നത്. സവോള ഇനിയും ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർക്കണം. സോയാ സോസ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിലും സോയാ സോസ് ചേർത്തിട്ടുണ്ട്. അപ്പം ചിക്കനും അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് ഉപ്പ് ആദ്യമേ ചേർക്കണ്ട. അതുകൊണ്ട് ചെറിയ 1 ടീസ്പൂണ് ഉപ്പ് ഈ സവോളയിലെല്ലാം ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി ചേർത്തേക്കുന്നത്. ഇപ്പം ഫുൾ ഫ്ലെയിം തീയിൽ തന്നെ കിടക്കണം. അതാണ് ചില്ലി ചിക്കൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇത് ചെയ്യുമ്പോഴെല്ലാം ഇത് തീ ഫുൾ ഫ്ലെയിമിലുണ്ടായിരിക്കണം. ഈ ക്യാപ്സിക്കം ചേർത്ത്, ക്യാപ്സിക്കം ഒരുപാട് വെന്ത് പോകണ്ട. ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴും തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും നമുക്ക് ഇത് സോയാ സോസ് ചേർക്കാം. ഓക്കെ, 1 സ്പൂണ് സോയാ സോസ്, ഇത് 1 സ്പൂണ് ചില്ലി സോസ്, 2 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കി കഴിയുമ്പോൾ ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ, ഇത് 2 സ്പൂണ് കോൺഫ്ലവർ, ലാസ്റ്റ് 1 സ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. നല്ല അടിപൊളി ചില്ലി ചിക്കനാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു, ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച ഭാഗം ചേർത്ത് ഇനി നമുക്കിത് മറ്റൊരു ഡിഷിലേക്ക് ഇത് പകരാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഫൈനൽ ഗാർണിഷിങ്ങിലാണ്